നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ മനസ്സിലെ നടക്കാത്ത ആഗ്രഹം നീ അങ്ങ് മറന്നേക്ക്. എന്റെ ചേട്ടന്റെ മകൻ ആദർശ് നിന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അറിയാലോ, നിന്റെ ചെറുപ്പത്തിലെ കളിയായിട്ട് പറഞ്ഞ കാര്യമാണെങ്കിലും നിന്റെ അമ്മാവൻ ഇത് ഏകദേശം ഉറപ്പിച്ച മട്ടില്ല. അമ്മ എന്നോട് പെട്ടി പാക്ക് ചെയ്തോളൂ, ഈ വീട്ടിൽ നിന്ന് പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. വളരെ ഈസിയായി അമ്മ എന്നെ സേവ് ചെയ്തു. അമ്മാവൻ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ ശരിക്കും മനസ്സിൽ പോലും വിചാരിച്ചതേ ഇല്ല. ബട്ട് നമ്മുടെ പ്ലാൻ നടക്കില്ലല്ലോ അമ്മേ. ദാ പിടിച്ചോന്നും പറഞ്ഞ് അവര് ഋതികയുടെ നിശ്ചയം നടത്തും. അതിനു പിറകെ വിവാഹവും. വിവാഹം കഴിഞ്ഞാലുടൻ അവൾ അമേരിക്കയിലേക്ക് പറക്കും. സൽപുത്ര, മോനെ ദീപക്കെ, അമ്മയുടെ കയ്യിൽ അതിനൊരു വഴിയുണ്ട്. എന്തു വഴി? വിവാഹവും അവളുടെ അമേരിക്കയിൽ പോക്കൊക്കെ നടക്കണമെങ്കിലേ അവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണ്ടേ? അവളെ അമ്മ എവിടേക്ക് പറഞ്ഞു വിടുന്ന? അവളെ നമ്മളെ ജയിലിലാക്കുന്നു. ഒരു കേസ് അവളുടെ തലയിൽ കെട്ടിവെച്ച അവളുടെ വിവാഹവും മുടങ്ങും. അവൾ അമേരിക്ക പോയിട്ട് ജയിലിന്റെ മതിലിന് പുറം പോലും കാണാൻ പോകുന്നില്ല. അങ്ങനെ വരുമ്പോ ഒരു ബ്ലാക്ക് ഹിസ്റ്ററിയുള്ള പെണ്ണിനെ ആരും വിവാഹം കഴിക്കാൻ വരാതെയാവും. അപ്പോ നീ അവക്കൊരു ജീവിതം കൊടുക്കും. സൂപ്പർ അമ്മേ, അത് കലക്കും. എന്താ മോളെ, നീ എന്താ ഈ സമയത്ത് ഇവിടെ? എന്താ മോളെ? അല്ല, നിങ്ങൾ രണ്ടാളും എന്താ ഈ സമയത്ത് ഇവിടെ? നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരുന്നേ? ഞാൻ ഇവനെ ഒന്ന് ഉപദേശിക്കുകയായിരുന്നു. പ്രതാപൻ ഇഷ്ടക്കേടുണ്ടാക്കുന്ന യാതൊന്നും പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമുണ്ടോ അമ്മായി? കയ്യും കളവുമായിട്ട് പിടി വീണിട്ടും അച്ഛന്റെ കയ്യിൽ നിന്ന് നല്ല പേട മേടിച്ചിട്ടും വീണ്ടും ഈ വീട്ടിൽ തുടരുന്ന ഇവന്റെ തൊലിക്കെട്ടി അപാരം തന്നെ. ഇവനെ ഉപദേശിക്കുന്ന സമയത്ത് അമ്മായിക്ക് പോയി വല്ല ചെടിക്കും വെള്ളം ഒഴിക്കാൻ മേലെ. അത്യാവശ്യത്തിന് ചെവിയിൽ വെക്കാൻ ഒരു പൂവെങ്കിലും കിട്ടും. വേണ്ട, ഇങ്ങോട്ട് വന്നേ. എടുത്ത് ചാടണ്ട നീ. സമയം വരുമ്പോ ആരുടെ ചെവിയില പൂ ചൂടാൻ പോന്നെന്ന് നീ കണ്ടോ? ഇവളൊരു വഴിക്കാക്കിയില്ലെങ്കിൽ എന്റെ പേര് ഞാൻ ഈ വീട്ടിലെ നായ്ക്കിടും. നിന്റെ മനസ്സിലെ നടക്കാത്ത ആഗ്രഹം നീ അങ്ങ് മറന്നേക്ക്. എന്റെ ചേട്ടന്റെ മകൻ ആദർശ് നിന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്.
അറിയാലോ, നിന്റെ ചെറുപ്പത്തിലെ കളിയായിട്ട് പറഞ്ഞ കാര്യമാണെങ്കിലും നിന്റെ അമ്മാവൻ ഇത് ഏകദേശം ഉറപ്പിച്ച മട്ടില്ല. ഈ ബന്ധത്തിനെങ്ങാനും എതിര് നിൽക്കാനാണ് നിന്റെ ഭാവമെങ്കില് പിന്നെ ജീവനോടെ ഞാൻ ഭൂമിയിലുണ്ടാവില്ല. നീ ഓർത്തോ. ഹലോ ശ്രീ. ഹരീഷ്, എന്നെ പെണ്ണ് കാണാൻ അടുത്ത ദിവസം അമ്മാവിന്റെ മകൻ വരുന്നുണ്ട്. എന്താ ശ്രീ നീ പറയുന്നത്? അമ്മാവൻ സ്ത്രീധനത്തിന്റെ കാര്യത്തില് വിട്ടുവീഴ്ച നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഏട്ടനെ കൊണ്ടും അച്ഛനെ കൊണ്ടും വിവാഹം നടത്താൻ സമ്മതിപ്പിച്ചു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്ന് നിനക്കറിയില്ലേ ശ്രീ? നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ? അതല്ലേ നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നം. അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല ഹരീഷ്. എന്റെ വീട്ടുകാരെ എതിർത്ത് എനിക്കൊന്നും ചെയ്യാനാവില്ല. അതിനുള്ള ധൈര്യം എനിക്കില്ല. ഇതെന്താ ശ്രീ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരോടോ നീ സംസാരിക്കുന്നേ? ആരോടായാലും അമ്മയ്ക്ക് എന്താ? അമ്മ പോയി അമ്മയുടെ പണി നോക്കിയേ. ഹലോ ശ്രീ. മോളെ, ആരോടാ നീ സംസാരിക്കുന്ന? ഏട്ടാ, അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുമായിരുന്നു. എന്താ ഏട്ടാ? ആ ശരി, നീ സംസാരിക്ക. പിന്നെ എന്റെ 2 ഷർട്ട് ഞാൻ മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് അയൺ ചെയ്തേക്കണേ. ശരി ശരി മോളെ. ഹലോ ഹലോ ശ്രീ. ഹലോ ശ്രീ. പെട്ടെന്ന് ഏട്ടൻ വന്നു. ഞാൻ വെക്കുവാണേ. ബൈ. അയ്യോ വെക്കല്ലേ, ഒരു മിനിറ്റ്. രാധേ, എടി രാധേ. ആ ആ നാ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ മേൽപോട്ട്. സാധാരണക്കാരെ എങ്ങനെ ജീവിക്കാനാ? എന്ന് കരുതി ആവശ്യത്തിനുള്ളത് വാങ്ങാതിരിക്കാൻ പറ്റുമോ? ഓ, എന്ത് പറയാനടാ. ആ പണയം വെച്ചിരിക്കുന്ന സ്വർണത്തിന്റെ പലിശ അടച്ചില്ലെങ്കിൽ സ്വർണം മുങ്ങിപ്പോവും. ഒരാവശ്യം വന്ന സഹായം ചോദിക്കാൻ നമുക്കൊക്കെ ആരാ ഉള്ളത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.